3000 മത്സരങ്ങൾ നിയന്ത്രിച്ചതിന്റെ അപൂർവ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കൊച്ചി സ്വദേശിയായ MM സലീം. പ്രദീപ് പറഞ്ഞത് പറക്കും റഫറി എന്ന വാക്കല്ലേ? വിവിധ കായിക ഇനങ്ങളിലായി പ്രാദേശിക മത്സരങ്ങൾക്ക് മുതൽ അന്തർദേശീയ മത്സരങ്ങൾക്ക് വരെ സലീം വിസിലൂതിയിട്ടുണ്ട്. 3000 കായിക മത്സരങ്ങൾ നിയന്ത്രിച്ചതിലെ ചടുലതയാണ് അദ്ദേഹത്തിന് നേരത്തെ ആ പേര്, പറക്കും റഫറി എന്ന പേര് നേടിക്കൊടുത്തത്. കിരൺകുമാർ തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം. വർഷം 1979 കൊച്ചിയിൽ നടക്കുന്ന ജില്ലാ ജിംനാസ്റ്റിക് മത്സരം നിയന്ത്രിക്കുന്നത് MM സലീം. 45 വർഷം മുൻപ് നടന്ന ജിംനാസ്റ്റിക് മത്സരം നിയന്ത്രിച്ചുകൊണ്ടാണ് MM സലീം റഫറിയാവുന്നത്. പിന്നീട് ഇങ്ങോട്ട് 3000 മത്സരങ്ങൾക്ക് സലീം വിസിലൂതി. ഗുസ്തി, വെയ്റ്റ് ലിഫ്റ്റിംഗ്, പവർ ലിഫ്റ്റിംഗ്, പഞ്ചഗുസ്തി, ബോക്സിംഗ്, യോഗ, പില്ലോ ഫൈറ്റ്, ജിംനാസ്റ്റിക്, വടംവലി തുടങ്ങിയ മത്സരങ്ങളാണ് സലീം നിയന്ത്രിച്ചിട്ടുള്ളത്. എനിക്ക് 19 വയസ്സുള്ളൂ. അന്ന് ഒരു എറണാകുളം ജില്ലാ ജിംനാസ്റ്റിക് മത്സരം അന്ന് തുടങ്ങിയതാണ്. പിന്നെ അതിന് ശേഷം ഗുസ്തി, ബോക്സിങ്, വെയ്റ്റ് ലിഫ്റ്റിങ്, പവർ ലിഫ്റ്റിങ്, യോഗാസനം, പിന്നെ ബോഡി ബിൽഡിങ്, പഞ്ചഗുസ്തി, അങ്ങനെ വിവിധ ഇനങ്ങളിലായിട്ട് 3000 വെച്ചു. അതിൽ 2 അന്തർദേശീയ മത്സരമുണ്ട്, പിന്നെ ലോക്കലടക്കം. ഗുസ്തിയിൽ 2 അന്തർദേശീയ മത്സരങ്ങളും MM സലീം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇന്ത്യ പാക് മത്സരങ്ങളായിരുന്നു അന്ന് നിയന്ത്രിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മത്സരം നിയന്ത്രിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഇൻഡോ പാക് മത്സരം ഞാൻ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു മത്സരമാണ്. കാരണം ഒരു ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കാണും. പ്രത്യേകിച്ച് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബദ്ധവരിക 2 രാജ്യങ്ങൾ, അതിലൊക്കെ വളരെ ടെൻഷനോടാണ് കൈകാര്യം ചെയ്തത്. ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാവരും ഒഫീഷ്യലിനെ കുറിച്ച് നല്ല അഭിപ്രായം കലാകാരങ്ങൾ പറഞ്ഞു. ഓരോ മത്സരങ്ങളും നടക്കുമ്പോൾ അവയുടെ തീയതിയും സ്ഥലവും എഴുതി സൂക്ഷിക്കുകയെന്ന ശീലവും സലീം പിന്തുടർന്നിരുന്നു. ഈ പട്ടികയിലേക്ക് ഒടുവിലായി ആലുവയിൽ നടന്ന കേന്ദ്രീയ വിദ്യാലയ യോഗാ മത്സരവും ഇടം പിടിച്ചതോടെയാണ് 3000 മത്സരങ്ങളെന്ന അപൂർവ നേട്ടം കൈവരിച്ചത്. ഓരോ മത്സരങ്ങളും ഇന്ന ഡേറ്റ്, സമയം അതനുസരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. പിന്നെ ഏത് സ്ഥലത്താണ് എവിടെയാണ് നടക്കുന്നത് ആ ഒരു ഇതിൻ്റെ ബേസ് ഒരു ബുക്ക് തന്നെ സൂക്ഷിച്ച് അങ്ങനെ എഴുതി, അങ്ങനെ അതിൽ നിന്നാണ് ഇങ്ങനെ കണക്കെടുത്ത്. ബുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റും. ഇപ്പോൾ ഒരു 4 പുസ്തകങ്ങളായി. ഗുസ്തിക്കാർക്ക് മുകളിലൂടെ ഡൈവ് ചെയ്ത് മത്സരം നിയന്ത്രിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഗുസ്തി പ്രേമികൾക്കിടയിൽ പറക്കും റഫറി എന്ന പേരും ലഭിച്ചു. മികച്ച ഗുസ്തി പരിശീലകൻ കൂടിയാണ് MM സലീം. കൊച്ചിയുടെ ഗുസ്തി പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. കായിക മേഖലയിലെ നേട്ടങ്ങൾക്ക് നിരവധി അംഗീകാരങ്ങളും സലീമിനെ തേടിയെത്തി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അയൺ ഗെയിംസിന് വലിയ താല്പര്യമാണ്. ഞാൻ കൊച്ചിൻ ജിംനേഷ്യത്തിലാണ് കളിച്ചിരുന്നത്. അപ്പോൾ അവിടെ നേരത്തെ ഇവിടെ ഗുസ്തിയുടെ ഈറ്റിയിലാണ് വരുന്നത്. നമ്മുടെ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി പ്രദേശങ്ങളിൽ ഈ ഗുസ്തിക്കാരെല്ലാവരും ഇല്ലാതാത്ത ഒരവസ്ഥ വന്നു. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ സർക്കാർ ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ ഒരു ഗുസ്തി ഉപേക്ഷിച്ച് പോയി. അങ്ങനെ വന്നപ്പോൾ ഈ ഗുസ്തിയോടുള്ള ഒരു ഭ്രമം ചെറുപ്പം മുതൽ കാത്തു സൂക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഞാനൊക്കെ പഠിച്ചു വന്നതെന്ന് പറഞ്ഞാൽ ഈ ജയശങ്കറിൻ്റെ സിനിമ കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് ഗുസ്തി പഠിച്ചത് ആദ്യഘട്ടത്തിൽ. ക്യാമറമാൻ മനുകൃഷ്ണക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.